ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഉച്ച മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആദ്യം തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം ഒന്ന് റെഡിയാക്കലാണ്. അപ്പം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചെറുനാരങ്ങ നീര്, ഗരം മസാല, കോൺഫ്ലോർ, അരിപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് ഓർമ്മ വന്നത് ഇതിൽ മുട്ട ചേർത്തിട്ടില്ലാന്ന്. അപ്പോൾ ഇതൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ടൈം ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെയാണ് ടേസ്റ്റ്. ഇന്നിപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസാണ്. ഞാനും ഇത്താത്തയും കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പം പെട്ടെന്ന് തീരും. രണ്ടാളുണ്ടാകുമ്പം ഓരോരാൾ ഓരോന്ന് ഉണ്ടാക്കി കഴിയുമ്പം എന്തായാലും വേഗം തീരുമല്ലോ. അപ്പം ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റൈസും കാര്യങ്ങളൊക്കെ റെഡിയാക്കലാണ്. ഇത്താത്തയാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ റൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഫ്രൈഡ് റൈസിൻ്റെ മസാലയിൽ റെഡിയാക്കലാണ്. ഇതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് മുട്ട ഒന്ന് വറുത്തെടുക്കലാണ്. അപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 മുട്ട, കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് മുട്ടയിൽ വറുത്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഈ ഒരു ഫ്രൈഡ് റൈസിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ക്യാബേജ് ഇതെല്ലാം കേട്ടോ ഇതിന് വേണ്ട പച്ചക്കറികൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന പച്ചക്കറികൾ ഒരുപാട് എന്താ പറയുക കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കുക, അത്രേ വേണ്ടു. കാരണം നമ്മൾ ഫ്രൈഡ് റൈസിന് പൊതുവേ അങ്ങനെയല്ല ഉണ്ടാവില്ല, വെജിറ്റബിൾസ് എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓരോന്നായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. സോയാ സോസിൽ എന്തായാലും ഉപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച മുട്ടയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഫ്രൈഡ് റൈസിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഇവിടെ സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് ചേർക്കാണ്ടിരുന്നിനി. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് റൈസും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടോടെ തന്നെ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഈ ഒരു ചോറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് കുടഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റിൽ വെക്കാട്ട് ഈ ഒരു റൈസും മസാലയൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ചിക്കനില്ലേ അതെല്ലാം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫുഡ് കഴിക്കലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് പണിയുണ്ട് കേട്ടോ. ഫ്രിഡ്ജെല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് പച്ചക്കറികളും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രഷ് ഫ്ലവറും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ഒന്ന് സെറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കലാണ്. ഇതാ ഓരോന്നും ഓരോരോ കണ്ടെയ്നറിൽ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കലാണ്. ഈ ഒരു പാത്രത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് വെളുത്തുള്ളിയും ഒരുപാട് ഇഞ്ചിയും ഉണ്ട്. അതുകൊണ്ട് പച്ചമുളക് ഞാൻ വേറൊരു കണ്ടെയ്നറിലാണ് കേട്ടോ വെക്കുന്നത്. ഇതിപ്പം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വാങ്ങിയാണ്, അതുകൊണ്ടാണ് ഇത്രയുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതാണ് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കുന്നത്.
ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള ഐറ്റംസെല്ലാം ഒന്ന് റെഡിയാക്കലാണ്. ഇതുപോലത്തെ 2-3 ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ക്യാരറ്റ്, കക്കിരി, ഉരുളക്കിഴങ്ങ്, പിന്നെ എന്തെങ്കിലും പച്ചക്കറികളുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കലാണ്. ഫ്രിഡ്ജ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നത്. അപ്പം ഇന്നാണ് കേട്ടോ അതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കലാണ്. പിന്നെ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് പച്ചക്കറി ഐറ്റംസ്, പിന്നെ എന്തായാലും ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ബാക്കി വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവില്ല. അപ്പം ഈ ഒരു ദിവസം അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഫുഡ് ഐറ്റംസിൽ ബാക്കി ഉണ്ടാകുമ്പോൾ ഒരുപാട് പാത്രവും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലയെന്ന് കണ്ട ഒരു ദിവസമാണ് മൊത്തത്തിലെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു കിറ്റിലേക്ക് ഇങ്ങനത്തെ ഷീറ്റിൽ സമൂസ ഷീറ്റ്, പിന്നെ ബട്ടർ, ചീസ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഈ ഒരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇതാ ഈ ഒരു പാത്രം ചെറുനാരങ്ങ ഇട്ട് വെക്കാനില്ലയെന്ന് കേട്ടോ. ആ ചെറുനാരങ്ങേൻ്റെ ഷേപ്പിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇതാ മല്ലിയിലെല്ലാം ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. നേരത്തെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് വിട്ടുപോയതാണ് ഞാൻ. അപ്പോൾ ലാസ്റ്റ് എടുത്തിട്ടൊന്ന് ഇതിൽ ആഡ് ചെയ്തതാണ്. ഇതുപോലെ തന്നെ പുതിനയിലേക്ക് ഇടുന്ന സെറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിപ്പം നമ്മൾ വെച്ചിട്ട് അത്രയേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്ത് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ 2 സൈഡിലും സാധനങ്ങളിൽ വെച്ചിട്ട് ഫില്ലായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇതാ ഫ്രിഡ്ജ് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെച്ച സെറ്റാക്കി വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്ത് വെക്കലാണ്. ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാ സാധനങ്ങളും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ മേലുള്ളത്. ഇപ്പോൾ താഴെ ഭാഗത്താണ് ഫ്രീസർ വരുന്നത്. ഇതാണ് ഫ്രീസർ. ഇതിലിപ്പം ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ഇങ്ങനെയാണ് കേട്ടോ, ഈ 2 സൈഡും ഫ്രീസറാണ് വരുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം എന്നല്ല വിചാരിച്ചിട്ട് എടുത്തു തുടങ്ങിയ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ കിച്ചണിൽ കുറച്ച് പണികളൊക്കെ പെൻഡിങ്ങിലുള്ളതുകൊണ്ട് 2-3 പണിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പണിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ലേറ്റായി. അതുകൊണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത്ര വരെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.